സിനിമ കാണുമ്പോൾ ലാലേട്ടൻ്റെ പല ഭാവങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. അതിപ്പോൾ വീര്യായാലും ഏത് ഭാവവും നമ്മളിലേക്ക് വരും. പക്ഷെ ലാലേട്ടൻ അല്ലാതെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നു വളരെ കാം ആയ ആളാണ്. അതൊരു ശരിക്കും ഒരു ഇന്നർ പീസ് മുഖത്തേക്ക് വരുന്നതാണ്. അത് എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല. നമ്മുടെ ഒരു നിരന്തരമായ ഒരു ശ്രമം സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മൾ എല്ലാത്തിനോടും കലഹിക്കാതിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുക, എല്ലാത്തിനെയും സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഒരു ശാന്തതയായിരിക്കും നമ്മുടെ മുഖത്ത് വരുന്നത്. അത് ലാലേട്ടൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഈ സിനിമ എന്ന് പറഞ്ഞാൽ എത്രയും തിരക്കുള്ളതാണ്. അതിനിടയിൽ ആ ഒരു ശാന്തത, സ്വച്ഛത ലാലേട്ടൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ പണ്ട് മുതലേ നമ്മൾ വളർന്ന രീതി അല്ലേ, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഒരു എന്താ പറയണ്ട ചിന്താഗതി, നമ്മുടെ പ്രെയർ, ഒരുപാട് കാര്യങ്ങളുടെ റിഫ്ലക്ഷനാണത്. അത് എല്ലാവർക്കും സാധിക്കും. ഇപ്പോൾ എത്രയോ പേര് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ട്. നമുക്കും വരുന്നുണ്ട്. നമുക്ക് ആ ആങ്കറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നു. ആ സ്ഥലത്തേക്ക് നമുക്ക് ഒരു സ്നേഹത്തിനെ കൊണ്ടുവരാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനെ കൊണ്ടുവരാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാകാം, അറിഞ്ഞോ അറിയാതെ. അതിൽ ഒരു പെർസെൻ്റൊക്കെ സക്സസ് ആയപ്പോൾ തന്നെ ഇത്രയും നല്ല സുഖമാണ്. അപ്പം അതുകൊണ്ടാണല്ലോ ഒരുപാട് ഇപ്പം ഭയങ്കര രസകരമായിട്ട് ഇപ്പോൾ ഒരാളിരിക്കുന്നു, ഒരു സന്യാസിമാരൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ, അയാൾ നമ്മളെക്കാട്ടിലും പ്ലഷറിൽ ഇരിക്കുകയായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്തുള്ളൊരു ആനന്ദം വളരെയധികം അനുഭവിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കും ആകാൻ പറ്റും. അത് ഒരു വലിയ എനിക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല. ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോഴാണ് കണ്ണടയ്ക്കുന്ന ഇതിനാണെന്നാണ് പറയുന്നത്. അകത്തേക്കും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിലും ഭയങ്കര രസകരമായാണ്. പിന്നെ ഈ ആങ്കർ അല്ലെങ്കിൽ ഒരു ജലസി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാൻ സാധിച്ചാൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഒരു ആങ്കർ കൊണ്ട് എന്താ കാര്യം? നിങ്ങൾ എന്നെ തിരിച്ചാൽ പറയാൻ വഴക്ക് പറഞ്ഞാൽ എൻ്റെ എനർജിയാണ്. പക്ഷേ നമ്മളും വഴക്ക് പറയാറുണ്ട്, റിഫ്ലക്സുകളാണ്. ഞാൻ അതിനെ ക്യാരി ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അന്ന് അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കില്ല. അന്നെന്നുള്ള കാര്യമേ എൻ്റെ സിസ്റ്റമിലില്ല. അന്ന് നമ്മൾ പറഞ്ഞു, അതങ്ങ് കഴിഞ്ഞു. അല്ലാതെ അതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്താ കാര്യം? പിന്നെ റിഫ്ലക്ഷനുണ്ട്. ഒരാൾ എൻ്റെ അടുത്ത് പോടാന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് പോടാന്ന് പറയും. പക്ഷേ അയാൾ എന്നെ പോടാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് നടക്കാറില്ല. ഇമോഷണൽ ബാഗേജ് കൊണ്ട് നടക്കാറില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു തിരക്കുള്ള ഷെഡ്യൂളും ഇതൊക്കെ വരുമ്പോൾ ഒരു ഒറ്റയ്ക്കിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം, അങ്ങനെയൊക്കെ ലാലേട്ടന് തോന്നാറുണ്ടോ? അതോ ഈ തിരക്കിന്റെ എത്ര തിരക്കിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ അല്ല, അതെന്താ? ഇപ്പൊ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിടയിലും എനിക്ക് വേണമെങ്കിൽ തനിച്ചിരിക്കാൻ പറ്റും. അത് ആ വഴി തന്നെ കണ്ടെത്തുകയാണല്ലേ? അതെ. ഒരു എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ കണ്ടുപിടിക്കും. ശരി, ശ്രമിക്കാം. അപ്പോൾ ലാലേട്ട, എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രേക്ഷകരോട് ഹൃദയപൂർവ്വം, ഒപ്പം തന്നെ ഓണത്തെക്കുറിച്ചും കൂടെ ഒരു ആശംസ എന്താണ് ലാലേട്ടന് ഹൃദയപൂർവ്വം പറയാനുള്ളത്? മാതൃഭൂമി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഓണാശംസകൾ.